ഹലോ. ഇന്ന് നമ്മൾ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലെ ദ കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി ഈ ഒരു രണ്ട് ടോപ്പിക്സാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് മൂവബിൾ പ്രോപ്പർട്ടിയും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ദ കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ദ പ്രോപ്പർട്ടി മീൻസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ആസ് വെൽ ആസ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്. കുറേ റൈറ്റ്സിൻ്റെ ഒരു ബണ്ടിലിനെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡിങ് ദ ഫിസിക്കൽ ഒബ്ജക്ട്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്. നമുക്കൊരു ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ ഒരു സാധനങ്ങളെയൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. ആസ് വെൽ ആസ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഈ ഒരു ലാൻഡിൻ്റെയും അതുപോലെ കെട്ടിടങ്ങളുടെയൊക്കെ മേലുള്ള നമ്മുടെ ലീഗൽ റൈറ്റ്സ്, നമുക്ക് എന്താണ്, ആ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം നമുക്ക് വാങ്ങിക്കാം, അതുപോലെ അത് പണയം വെക്കാം, അല്ലെങ്കിൽ നമുക്കതൊരു റെൻറ്റിന് കൊടുക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സാധനങ്ങളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ലീഗൽ റൈറ്റ്സും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെല്ലാം നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും മെയിനായിട്ട് നമുക്കൊരു എക്സാമിന് എഴുതാനുള്ളതല്ല, പക്ഷെ നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് നമുക്ക് ഒരു ഐഡിയ പോലെ എഴുതാൻ പറ്റുന്നതാണ്. ഇതൊന്നും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊന്നും അല്ല ഇതിൽ. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇനി ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടീനെ രണ്ട് ടൈപ്സ് ആയിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്: മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇതിൽ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വിത്ത് ഹ്യൂമൻ എഫേർട്സ്. നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു എഫേർട്ട് കൊണ്ട് ഒരു സാധനത്തിനെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു കസേര, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ, നമുക്ക് ഒരു സ്ഥലത്തു നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. ഇതിനെ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. Immovable property is one which cannot be transferred from one place to another place without causing damage to such property. Immovable property പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയില്ല. അങ്ങനത്തെ സാധനങ്ങളെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഒരു പ്രോപ്പർട്ടീനെ മാറ്റുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു ഡാമേജ് സംഭവിക്കും ഈ ഒരു പ്രോപ്പർട്ടിക്ക്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കൊരു ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം എന്താണ്, അതിനൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി നമ്മൾ സെക്ഷൻ 3 ഡെഫിനിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 3ലാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് സെക്ഷൻ 3 എന്താ നോക്കാം. The Section 3, Paragraph 2 of the Act defines immovable property as immovable property does not include standing timber, growing crops and grass. എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ടല്ല ഇതിൽ പറയുന്നത്, ജസ്റ്റ് സിമ്പിളായിട്ടൊരു സെൻറ്റൻസിലാണ് പറയുന്നത്. ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോവിങ് ക്രോപ്സ് ഓർ ഗ്രാസ്. എന്താണ് ഒരു സ്റ്റാൻഡിങ് ടിമ്പർ അല്ലെങ്കിൽ ഗ്രോവിങ് ക്രോപ്സ് അല്ലെങ്കിൽ ഗ്രാസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നത്, ദ എക്സ്പ്രഷൻ സ്റ്റാൻഡിങ് ടിമ്പർ മീൻസ് ട്രീസ് ഫിറ്റ് ഫോർ യൂസ് ഫോർ ബിൽഡിംഗ് ഓർ റിപ്പയറിംഗ് ഹൗസസ്. ഇപ്പോൾ ഒരു മരം മുറിച്ചിട്ട് അതിനെ നമ്മൾ തടിയായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു മരം മുറിച്ച് നമ്മൾ വല്ല വീടുണ്ടാക്കാൻ, അതുപോലെ എന്തെങ്കിലും ജനലോ വാതിലോ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യില്ലേ, ഇങ്ങനത്തെ മരങ്ങളെയാണ് ഇവിടെ സ്റ്റാൻഡിങ് ടിമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേക്ക്, യൂക്കാലിപ്സ്, അതുപോലെ ബാംബൂ ട്രീ, ഇതൊക്കെ ഇവിടെ സ്റ്റാൻഡിങ് ടിമ്പറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ഗ്രോയിങ് ക്രോപ്സ് ഇൻക്ലൂഡ് ഓൾ വെജിറ്റബിൾസ് ഗ്രോത്ത്സ് വിച്ച് ഹാവ് നോ എക്സിസ്റ്റൻറ്റ് അപ്പാർട്ട് ഫ്രം ദെയർ പ്രൊഡ്യൂസ് സച്ച് ആസ് പാൻ ലീവ്സ്, ഷുഗർ കെയിൻ എക്സെട്ര. വളരുന്ന വിളകളാണ് ഈ ഗ്രോയിങ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കൊയ്യാനായിട്ടൊക്കെ വളർത്തണ വിളകളില്ലേ, ഇപ്പം നെല്ല്, ഗോതമ്പ്, ചോളം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്രോപ്സാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ക്രോപ്സിനെയൊക്കെ ഗ്രോയിങ് ക്രോപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഗ്രോയിങ് ക്രോപ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇതൊക്കെ മൂവബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സ്റ്റാൻഡിങ് ടിമ്പറും ഗ്രോയിങ് ക്രോപ്സും ഗ്രാസും. ഇനി ഇതിൽ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ദ ഗ്രാസ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ആസ് ഫോഡർ ആൻഡ് ഈസ് എ മൂവബിൾ പ്രോപ്പർട്ടി. നമ്മൾ കാലിത്തീറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് പുല്ല് വളർത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പുല്ല് വളർത്തുക, കാലിത്തീറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ട് പുല്ല് വളർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള പുല്ലിനെയാണ് ഇവിടെ ഗ്രാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 3യിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ജനറൽ ക്ലോസസ് ആക്ട് 1897 ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 3K ക്ലോസ് 26 ഓഫ് ജനറൽ ക്ലോസസ് ആക്ട് 1897 ഡിഫൈൻസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് ഫോളോസ്. Immovable property shall include land, benefits arising out of land, and things attached to the earth, or permanently fastened to anything attached to the earth. അപ്പോൾ നമ്മൾ ആദ്യം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡെഫിനേഷൻ എന്തിലാണ് പഠിച്ചത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ. അതിലെന്താ പറഞ്ഞത്? ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോയിങ് ക്രോപ്സ് ഓർ ഗ്രാസ്. ഈ ജനറൽ ക്ലോസസ് ആക്റ്റിൽ ഇറ്റ് ഡസ് ഇൻക്ലൂഡ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ്? ലാൻഡ്, ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ്, ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ എർത്ത് ഓർ പെർമനൻ്റ്ലി ഫാസ്റ്റൻഡ് ടു എനിത്തിങ് അറ്റാച്ച്ഡ് ടു ദ എർത്ത്. ഇവിടെ ഈ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ഭൂമി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ മാത്രമല്ല, അതിൻ്റെ താഴെയുള്ളതും ആ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ലാൻഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതെന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിൽ ഒരു റിവറോ അല്ലെങ്കിൽ വല്ല മിനറൽസോ അത് വല്ല പോണ്ടോ അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും, ഇപ്പോൾ നമുക്ക് ഒരു ലാൻഡ് പെട്ടെന്ന് കാണുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങും അതിൻ്റെ അപ്പർ പാർട്ട് മാത്രമേ കാണുള്ളൂ. ആ സെയിം ലാൻഡിൽ തന്നെ വല്ല കുടിവെള്ളത്തിൻ്റെ അതുപോലെ വല്ല മിനറൽസ്, വല്ല ഗ്രാനൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിനറൽസൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ലാൻഡിലുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ദ ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്താണ്? ആ വാടക നമുക്ക് കിട്ടണില്ലേ? അതെന്താണ്? ഒരു ബെനിഫിറ്റ്സ് ആണ് നമുക്ക്. അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം, നമുക്കിപ്പോൾ ഫോറസ്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വല്ല ലീവ്സോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കില്ലേ? അതൊക്കെ ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ് ആണ്. ദെൻ ദ തിങ്സ് അറ്റാച്ച്ഡ് ടു ദ എർത്ത്, ഭൂമിയോട് ചേർന്നിരിക്കുന്ന വസ്തുക്കൾ. ഇപ്പോൾ നമുക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ അതിൽ വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അതുപോലെ അതിൽ സ്ഥിരമായിട്ട് ഘടിപ്പിച്ചിട്ട് വല്ല യന്ത്രങ്ങളോ അല്ലെങ്കിൽ വല്ല മരങ്ങളോ ഇങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതിനെ തിങ്സ് അറ്റാച്ച്ഡ് ടു ദ എർത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് ജനറൽ ക്ലോസസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ അറ്റാച്ച്ഡ് ടു ദ എർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സെക്ഷൻ 3 പാരഗ്രാഫ് 6 ഓഫ് TP ആക്റ്റിലാണ് ഈ അറ്റാച്ച്ഡ് ടു ദ എർത്ത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെയാണ് റൂട്ടഡ് ഇൻ ദ എർത്ത് ആസ് ഇൻ ദ കേസ് ഓഫ് ട്രീസ് ഓർ ഷ്രബ്സ്. ഭൂമിയിലെ വേരുകളിലൂടെ ഉറച്ചു നിൽക്കുന്ന വസ്തുക്കളില്ലേ? ഇപ്പോൾ മാവ്, തെങ്ങ്, മരങ്ങൾ, ഇതൊക്കെ എന്താണ്? വേരിൽ ഉറച്ചു നിൽക്കുന്ന സാധനങ്ങളാണ്. ഇതിനെ റൂട്ടഡ് ഇൻ ദ എർത്ത് ആസ് ഇൻ ദ കേസ് ഓഫ് ട്രീസ് ആൻഡ് ഷ്രബ്സ് എന്ന് പറയാം. ഈ തേക്ക്, യൂക്കാലിപ്സ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ എന്താണ്? നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നത്. അതിനെ സ്റ്റാൻഡിങ് ടിമ്പറായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എന്താണ്? ഇവിടെ അതൊരു മൂവബിൾ പ്രോപ്പർട്ടി ആവും. പക്ഷെ എന്താ? തെങ്ങ്, മാവ്, മരങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേരിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് എംബഡിഡ് ഇൻ ദ എർത്ത് ആസ് ഇൻ ദ കേസ് ഓഫ് വാൾസ് ഓർ ബിൽഡിങ്സ്.
നമ്മുടെ ഭൂമിയിൽ കുഴിച്ചോ അല്ലെങ്കിൽ അടിത്തറയിലോ ഉറപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ. ഇപ്പം നമുക്ക് വീട്, അതുപോലെ കെട്ടിടം, ഒരു മതിൽ, അതുപോലെ പാലങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു അറ്റാച്ച്ഡ് ടു ദ എർത്ത് എന്ന ഈ ഒരു ഡെഫിനിഷനിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡാണ് അറ്റാച്ച്ഡ് ടു വാട്ട് ഈസ് സോ എംബഡഡ് ഫോർ ദ പെർമനൻറ്റ് ബെനഫിഷ്യൽ എൻജോയ്മെൻറ്റ് ഓഫ് ദാറ്റ് ടു വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ്. നമ്മൾ ഈ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള ഈ ഒരു വസ്തുക്കളിൽ സ്ഥിരമായി ഘടിപ്പിച്ചിട്ടുള്ള മറ്റ് വസ്തുക്കളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്താണ്? എംബഡഡ് ഇൻ ദ എർത്ത് ആസ് ഇൻ ദ കേസ് ഓഫ് വാൾസ് ഓർ ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ വല്ല ലിഫ്റ്റോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്ത ജനറേറ്റർ, അതുപോലെ വാട്ടർ ടാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് ഈ ഒരു തേർഡ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് അവിടെ ഒരു മേശ, കസേര, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ അവിടെ എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ അറ്റാച്ച്ഡ് ടു ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 പോയിന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ദ സെക്ഷൻ 2 ക്ലോസ് 6 ഓഫ് ദ ആക്ട് ഡിഫൈൻസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആസ് immovable property includes land, buildings, hereditary allowances, rights of ways, lights, ferries, fisheries or any other benefits arising out of land and things attached to the earth but not standing timber, growing crops or grass. സെക്ഷൻ 2 ക്ലോസ് 6 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്റ്റിലാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ആണ് ലാൻഡ്, ബിൽഡിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെറിഡിറ്ററി അലവൻസസ് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ നമ്മുടെ റൈറ്റ്സ് ഓഫ് വേയ്സ് ആൻഡ് ലൈറ്റ്, നമുക്ക് വഴിയുടെ അവകാശം, അതുപോലെ ലൈറ്റ്, വെളിച്ചത്തിനുള്ള അവകാശങ്ങൾ, അതുപോലെ ഫെറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടത്തുവള്ളത്തിൻ്റെയൊക്കെ സേവനത്തിനുള്ള ഓരോ അവകാശങ്ങളില്ലേ, ഇതിനൊക്കെയാണ് ഫെറീസ്. അതുപോലെ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനത്തിനുള്ള അവകാശം. പിന്നെ എനി അതർ ബെനഫിറ്റ്സ്, ഭൂമിയിൽ നിന്നുള്ള മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും, ഇതിനെയൊക്കെയാണ് ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതിലും എന്താണ് പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോയിങ് ക്രോപ്സ് ഓർ ഗ്രാസ്. ഇതൊക്കെയാണ് ഈ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്റ്റിലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടിയുടെ കുറച്ച് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് മൂവബിൾ പ്രോപ്പർട്ടി നോക്കാം. ദ മൂവബിൾ പ്രോപ്പർട്ടി ക്യാൻ ഈസിലി ബി ഷിഫ്റ്റഡ് ഓർ ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി ലോസ് ഓർ ഡാമേജ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഡാമേജും ഇല്ലാണ്ട് ഒരു സാധനങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. നമുക്ക് ഗുഡ്സ്, അതുപോലെ ഒരു കാർ എടുത്ത് മാറ്റുക, അതുപോലെ നമുക്കൊരു കസേര, ചെയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. The immovable property cannot be shifted or transported from one place to another without any loss or damage. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഒരു ഡാമേജോ ഒന്നും വരുത്താണ്ട് ഒരു സാധനത്തിനെ മാറ്റാൻ പറ്റില്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ. ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിങ്സ്, ഇതൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വേറെയും കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അതൊക്കെ ഇവിടെ എഴുതാം. ദെൻ മൂവബിൾ പ്രോപ്പർട്ടിയുടെ അടുത്ത ഒരു പോയിൻ്റാണ് ദ രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ഓപ്ഷണൽ. എന്താണ്? ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇതിലെന്താണ്, ഈ മൂവബിൾ പ്രോപ്പർട്ടിക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്തും ചെയ്യാം. Then immovable property. Registration of transfer of immovable property is compulsory under the Indian Registration Act 1908 if the value of the property is 100 rupees or above. എന്താണ്? 100 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വില മതിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അവിടെ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 പ്രകാരം അവിടെ ഒരു കമ്പൽസറി രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവണം. ഇതാണ് പറയുന്നത്. Then the third point is movable property is subject to general sales tax of the state concerned or the Central States Tax Act 1956. നമ്മളിപ്പോൾ ഒരു ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കും. അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ നമ്മൾ ടാക്സ് അടയ്ക്കും.
ഇപ്പോൾ നമ്മളൊരു കാർ എടുക്കുമ്പോൾ അതിൽ GST അടയ്ക്കുന്നില്ലേ, ഇതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നാണ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. The immovable property is not subject to sales tax but is liable for stamp duty under Indian Stamps Act 1899 and registration fee under the Indian Registration Act 1908. നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊരു സ്വത്ത് വാങ്ങുമ്പോൾ സർക്കാർ ഈടാക്കണ ഒരു നികുതി ഉണ്ടല്ലോ, ഇതിനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാമ്പ്സ് ആക്ട് 1899 പ്രകാരമാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കുന്നത്. അതുപോലെ നമ്മളൊരു സ്വത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങിയ സ്വത്ത് നമ്മൾ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷനും ഒരു ഫീ ഉണ്ട്. അതുപോലെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും ഒരു ഫീ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ് ഈടാക്കുന്ന ഒരു നികുതിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ആദ്യം എന്താ കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി നോക്കി. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ഇതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി TP ആക്റ്റിലെ ഡെഫിനിഷൻ നോക്കി. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോയിങ് ക്രോപ്സ് ഓർ ഗ്രാസ് എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ ജനറൽ ക്ലോസസ് ആക്ട് 1897 പ്രകാരമുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ നോക്കി. അതിനുശേഷം നമ്മൾ അറ്റാച്ച്ഡ് ടു ദ എർത്ത് TP ആക്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കി. ദെൻ നമ്മൾ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്റ്റിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ നോക്കി. പിന്നെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും മൂവബിൾ പ്രോപ്പർട്ടിയും ഉള്ള ഡിഫറൻസും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇതിലെ ഒരു 2 കേസ് ലോസ് നോക്കാം. ഇതിലെ ആദ്യത്തെ കേസാണ് മാർഷൽ വേഴ്സസ് ഗ്രീന്. ഇവിടെ ഈ ഒരു ഭൂമിയുടെ ഉടമ ഉണ്ട്. ഈ ഒരു ഭൂമിയുടെ ഉടമയ്ക്ക് 32 മരങ്ങൾ ആ ഒരു ലാൻഡിലുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ അതൊരു ടിമ്പർ മെർച്ചൻറ്റിന്, ഒരു തടി കച്ചവട വ്യാപാരിക്ക് ഇത് വിൽക്കുകയാണ്. ഒരു ഓറൽ അഗ്രിമെൻറ്റ് പ്രകാരം അയാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് ഈ മരങ്ങൾ വിറ്റപ്പോൾ അയാൾ അവിടെ ഒരു രജിസ്ട്രേഷൻ ഒന്നും വേണ്ട എന്നുള്ള ഇതിലാണ്. കാരണം സ്റ്റാൻഡിങ് ടിമ്പർ ആകുമ്പോൾ എന്താണ്, അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. നമ്മൾ പഠിച്ചു മൂവബിൾ പ്രോപ്പർട്ടിക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാന്ന്. അങ്ങനെ ഇയാൾ ഈ ഒരു ടിമ്പർ മെർച്ചൻറ്റിന് ഓറൽ അഗ്രിമെൻറ്റ് വഴി ആ മരം മുറിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. അങ്ങനെ ആ മെർച്ചൻറ്റ് വന്ന് ആ മരങ്ങൾ മുറിക്കുകയാണ്. ആ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇയാൾ പറഞ്ഞു രജിസ്ട്രേഷൻ വേണം, അതുകൊണ്ട് ഇനി മരങ്ങൾ മുറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ടിമ്പർ മെർച്ചൻറ്റ് പക്ഷെ മരം മുറിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലൊരു ക്ലാഷ് സംഭവിച്ചിട്ട് ഇവർ കേസ് ഫയൽ ചെയ്യാണ്. ഇങ്ങനെ ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു മെർച്ചൻറ്റിന് കൊടുത്ത ഈ ഒരു മരം മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ, അതുപോലെ തന്നെ അവിടെ രജിസ്ട്രേഷൻ വേണോ എന്നാണ് ഇതിൻ്റെ ഇഷ്യൂസായിട്ട് വന്നത്. ഇതിൽ കോർട്ട് എന്താണ് വിധിച്ചത് വെച്ചാൽ ഇവിടെ എന്താണ് മരങ്ങൾ കൊടുക്കണത് എല്ലാ മരം, ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ തെങ്ങ്, മാവ്, ഇങ്ങനത്തെ മരങ്ങളൊക്കെ എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ തടിക്കച്ചവടത്തിൻ്റെ ആവശ്യത്തില്ലേ ഒരു സ്റ്റാൻഡിങ്, ഇവിടെ മരം കൊടുക്കുന്നത് എന്താണ് സ്റ്റാൻഡിങ് ടിമ്പർ ആയിട്ടാണ്. കാരണം ആ മരം മുറിച്ച് അപ്പം തന്നെ അവർക്ക് കൊണ്ടുപോയിക്കോളാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ വേണ്ട, അതുകൊണ്ട് ഇവിടെ അയാൾ ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് വിധി വരും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു വിധിയിൽ തന്നെ കോടതി പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ടിമ്പർ ആവുകൊണ്ടാണ് ഇവിടെ രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു കച്ചവടക്കാരൻ തന്നെ പറയുകയാണ് ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ മരങ്ങൾ വെട്ടുന്നുള്ളൂ, അതുവരെ എനിക്ക് ഈ മരങ്ങൾ ആവശ്യമുണ്ട്, പക്ഷെ ഞാൻ 2 വർഷത്തിന് ശേഷം എടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഇൻ ലാൻഡ് ഉണ്ടാകും. അപ്പം എന്താണ് അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ വേണമെന്നും ഈ ഒരു കേസ് ലോയിലൂടെ കോടതി പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു കേസിലാണ് സ്റ്റേറ്റ് ഓഫ് ഒറീസ വേഴ്സസ് തിതഗൂർ പേപ്പർ മിൽസ് കമ്പനി ലിമിറ്റഡ്. ഇവിടെ എന്താ വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഒറീസയും ഈ തിതഗൂർ പേപ്പർ മിൽസും ഈ ഒരു കമ്പനിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ തിതഗൂർ പേപ്പർ മിൽസ് എന്ന് പറഞ്ഞാൽ ബാംബൂ ട്രീസ് കട്ട് ചെയ്തിട്ട് പേപ്പർ ആക്കില്ലേ, ഇങ്ങനത്തെ ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ഒറീസയും ഇവരും തമ്മിലൊരു പേപ്പർ ഉണ്ടാക്കുന്നത് തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ ബാംബൂ ട്രീസ് കട്ട് ചെയ്യാം, അതിനുശേഷം ഇവർക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിൽ ഈ ഗവൺമെൻറ് ഓഫ് ഒറീസ ഇവരുടെ മേൽ, ഈ കമ്പനിയുടെ മേൽ ഒരു ടാക്സ് ചുമത്തുകയാണ്. ഈ സെയിൽസ് ടാക്സ് ചുമത്തുമ്പോൾ ഈ കമ്പനി ബാധിക്കുകയാണ്. ഇവർ പ്രോപ്പർട്ടി കൊണ്ടുപോകണേൽ ഈ ഗവൺമെൻറ്റിന് ടാക്സ് ചുമത്താനുള്ള അധികാരമില്ല,
അങ്ങനെയൊന്നും ചുമത്താൻ പാടില്ല. കാരണം ഇവിടെ ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇവർക്ക് ടാക്സ് ചുമത്താനുള്ള അധികാരമില്ല എന്നാണ് ഈ കമ്പനി വാദിക്കുന്നത്. പക്ഷേ ഇതിൽ കോടതി വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പേപ്പർ മിൽസും ഇവരും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ബാംബു ട്രീസ് കട്ട് ചെയ്യുന്നതിന് മുന്നെന്താണ്, അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ ടൈമിൽ ഇവർക്ക് ടാക്സ് ചുമത്താൻ പറ്റില്ല. പക്ഷേ ഈ മരം എപ്പോൾ കട്ട് ചെയ്തോ അതിന് ശേഷം ഈ ഗവൺമെൻറ്റിന് അതിൻ്റെ മേലൊരു ടാക്സ് ചുമത്താം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അതൊരു മൂവബിൾ പ്രോപ്പർട്ടി ആവുകയും ഇത് ഗുഡ്സിൻ്റെ പോലെയൊക്കെ തന്നെ ആയിട്ട് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയായി മാറും. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇതിൻ്റെ മേൽ ഒരു ടാക്സ് ചുമത്താം. അങ്ങനെ ചുമത്തുന്ന ടാക്സ് ഈ കമ്പനി ഗവൺമെൻറ്റിന് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കേസ് ലോ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ദ ഗവൺമെൻറ് ക്യാൻ അപ്ലൈ പർച്ചേസ് ടാക്സ് ഓൺ ദം ആസ് എ ഗുഡ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കോടതി വിധിക്കുകയാണ്. ഇതാണ് ഈ ഒരു കേസ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടി, നമ്മുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്നാണ്. അതുപോലെ ഈ ഒരു 2 കേസ് ലോസും നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ചോദിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു 2 കേസ് ലോവും നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരാം.